കൂടും. അവിടുത്തെ ഞാൻ എൻ്റെ നാട് തൃക്കരിപ്പൂരാണ്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ തൃശ്ശൂരാണ് കുറേ കാലമായി താമസിക്കുന്നത്. മലയാള മാസത്തിൽ ഒരു ദിവസത്തെ വ്യത്യാസം തൃശ്ശൂരിലെ കലണ്ടർ ഉണ്ടാവും. അവിടുത്തെ തുലാം 11 നമ്മുടെ ഇവിടുത്തെ തുലാം 10. ഇന്ന് ധനു 5 ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ഈ ധനു 5 ആണ് നമ്മളൊരു ഫോക്ലോറിൻ്റെ വർത്തമാനത്തെ പറ്റി പറയാൻ എല്ലാവരുടെയും സൗകര്യമൊക്കെ നോക്കിയിട്ട് വന്ന ഒരു ദിവസമാണ്. ആദ്യം ബാലകൃഷ്ണേട്ടൻ, കൊയ്യാൽ ബാലകൃഷ്ണ മാഷ് വേറൊരു തീയതിയാണ് പറഞ്ഞിരുന്നത്. വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്കുള്ള നമ്മുടെ മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ ഋതു സംക്രമണം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഗണനയാണ്. ഇന്നിപ്പോൾ നമ്മുടെ തെക്കുംപാട് തായക്കാവിൽ തെയ്യം കഴിഞ്ഞു. അടുത്ത ദേവക്കൂത്ത് എന്ന് പറയുന്ന നമ്മുടെ ഈ ചുള്ളിപ്പൂവിൻ്റെയും കണ്ടൽക്കാടിൻ്റെയും അവിടെ വിടർന്ന അതിമനോഹരമായ പൂക്കളുടെയൊക്കെ ഭംഗി കണ്ട് ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ശേഷിച്ചു പോയ ഒരു പെണ്ണ് വീണ്ടും വന്ന് നമ്മളെയൊക്കെ കണ്ട് ഇന്ന് കൂടിപ്പിരിഞ്ഞ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഇന്ന് രാത്രി തെയ്യോട്ട് കാവിൽ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റൊരാളെ കാണാം, മുതലാൾ. അവിടെ കരണ്ടോ വെളിച്ചമോ മറ്റ് കാടും അതിൻ്റെ നീതിയും മാത്രം പുലരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തെയ്യോട്ട് കാവ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് നമ്മൾ തന്നെ കടന്നു വന്ന നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഇന്നലകളെ ഒക്കെ നമുക്കവിടെ അതിൻ്റെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കവിടെ പോയാൽ കാണാൻ പറ്റും. മറ്റൊരു സ്ഥലമുണ്ട് കുന്നത്തൂർപ്പാടി. എൻ്റെ എകർന്ന മല ആധാരമായി ഞാൻ പറഞ്ഞ എൻ്റെ കുന്നത്തൂർപ്പാടിയിൽ കാട്ടുനായ്ക്കരുടെ കയറണച്ച് കൊമ്പൻ ചിരുകയും പനവില്ലുമായിട്ടൊക്കെ ഒരു നമ്പൂതിരി ഇല്ലത്തെ ഹവിസ്സും പുണ്യാഹവും അതൊന്നും പിടിക്കാതെ ചുട്ട മീനും ഉണക്കും വെടിയിറച്ചിയും വേട്ടയിറച്ചിയൊക്കെ മോഹിച്ച് മലയിറങ്ങിയ ഒരാളുടെ, ഒരു മനുഷ്യൻ്റെ ആധീനവും അതിൻ്റെ സാന്നിധ്യവുമുള്ള കുന്നത്തൂർപ്പാടിയിൽ ഇന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെയ്യം കാണാൻ പറ്റും. ഇവിടുന്ന് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ നീലിയാർ തോട്ടം, ഉത്തരകേരളത്തിൽ ഏറ്റവും സവിശേഷമായ പാരിസ്ഥിതികമായ സൗന്ദര്യവും പാരിസ്ഥിതികമായ അതിൻ്റെ എല്ലാ ഈടുവയ്പ്പുകളും നിൽക്കുന്ന ഒരു സ്ഥലം. ഇവിടുന്ന് കിലോമീറ്റർ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നീലിയാർ കോട്ടത്ത് എത്താൻ പറ്റും. ഇത്തരത്തിലുള്ള സാന്നിധ്യ സ്ഥാനങ്ങളൊക്കെ നമ്മുടെ ഫോക്ലോറുകളെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി നിർദ്ധാരണം ചെയ്ത് സൂക്ഷിക്കുന്ന സംരക്ഷിത സ്ഥാനങ്ങളാണ്. ഫോക്ലോർ എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന എന്തെങ്കിലും സങ്കേതമോ മറ്റെന്തെങ്കിലും ഒരു മാധ്യമമോ മറ്റൊരു മാർഗമോ ഒന്നുമല്ല.